ഹലോ ഗൈസ്, ടെക്നിക്കൽ സിജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പാർക്കോർ ഗെയിം പ്ലേ ആണ് ഗൈസ്. നമ്മൾ കുറേ കാലം കൂടിയാണ് ഗൈസ് ഹൈവ് സെർവറിൽ വീണ്ടും നമ്മൾ ഒത്തിച്ചു കൂടുന്നത്. പിന്നെ നമ്മൾ പാർക്കോർ കളിക്കുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് 2 മിസ്റ്റേക്കൊക്കെ പറ്റിയെന്നിരിക്കും. ആരെന്നെ കളിയാക്കരുത്. പിന്നെ ചിലപ്പോൾ ജയിച്ചേക്കാം, ചിലപ്പോൾ തോറ്റേക്കാം. അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഗൈസ്. നമ്മൾ ആദ്യമായിട്ടാണ് പാർക്കോർ ഗെയിം പ്ലേക്കൊക്കെ ഇറങ്ങുന്നത്. അപ്പം ഞാൻ ഗൈസ് നിങ്ങളെ വലിച്ചു നീട്ട് വെറുപ്പിക്കുന്നില്ല, നമുക്ക് ഗെയിമിങ്ങിലേക്ക് പോകാം ഗൈസ്. കമോ, ഇവിടെ എങ്ങാണ്ടായിരുന്നു ഗൈസ് നമ്മുടെ പാർക്കോർ ഗെയിം പ്ലേ. അതായിരിക്കും ഗൈസ്, നമുക്ക് നേരെ പോവാം. നമ്മൾ ഇപ്പോൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ പാർക്കോർ വേൾഡിലെത്തും. ഗൈസ് ഇപ്പോൾ പാർക്കോർ വേൾഡിലെത്തിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഞാനിവിടെ ഗെയിം പ്ലേക്ക് വന്നായിരുന്നു. അപ്പോൾ ഞാനിവിടെ റൂട്ട് ഹൗസ് മാത്രമേ അൺലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളത് അൺലോക്ക് ചെയ്യാറായിട്ടില്ല. ഞാനിവിടെ ചെല്ലണം. ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഞാനെത്തി. വേൾഡ് സ്പോണായി ഗൈസ്. ഞാൻ ഇതിന് മുമ്പ് അൺലോക്ക് ചെയ്ത വേൾഡിലൊന്നും കയറുന്നില്ല. വേറെ പുതിയ വേൾഡിൽ ഞാൻ കയറാനുള്ള ഗൈസ് എൻ്റെ പ്ലാൻ. അവിടെ എങ്ങാണ്ടായിരുന്നല്ലോ. അതാ കിടക്കണ്. ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, പാർക്കോർ സ്റ്റാർട്ട്. ഒരു സ്റ്റാർ കിട്ടി. വീണ്ടും അയ്യോ, തുടക്കം തന്നെ അശുഭമാണല്ലോ, കൊള്ളത്തില്ല. അയ്യോ, വീണ്ടും ചത്ത് ഗൈസ്. എത്തിയിട്ടുണ്ട്. 2 പ്രാവശ്യം ചത്താൽ 3 പ്രാവശ്യം എത്തിയില്ലോ, അതിന് വലിയ കാര്യം. വീണ്ടും എത്തി. ചാവല്ലേ. എത്തിയിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്ക് ചാടാം ഗൈസ്. യെസ്, ചെക്ക് പോയിൻ്റ് അടുത്തെത്തി. റീച്ചഡ്. ഓക്കെ, ചെക്ക് പോയിൻ്റ് റീച്ച്. നമുക്ക് വീണ്ടും ചാടി എത്താം ഗൈസ്. ഈ സെർവറിൽ നമ്മളെ ലാഗ് അടിച്ച് കൊല്ലും ഗൈസ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ ലാഗ് വരും ഗൈസ്. സോറി ഗൈസ്, ചത്തു. സോറി ഗൈസ്, ലാഗ് വരുന്നുണ്ടാണ്. എൻ്റെ ലാഗിന് സോറി പറയുന്നത് ഗൈസ്. പിന്നെ വീണ്ടും ചാടുക. ഓക്കെ, ചാടി എത്തിയിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഇനി അവിടെ എത്തുക നമ്മുടെ വലിയ ലക്ഷ്യമാണ് ഗൈസ്. വീണ്ടും ചാടി. അവിടെ എന്തോ ട്രാപ്പ് ഉണ്ടെന്നാണ് ഗൈസ്. ഈ ഹൈവ് സെർവർ ഒത്തിരി പാർക്കോർ ട്രാപ്പ് അവിടെ ഇറക്കി വെച്ചിട്ടുണ്ടെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പോഴും അവരവിടെ ട്രാപ്പ് ഉണ്ടെന്നാണ് ഗൈസ് എനിക്ക് തോന്നുകയാണ്. അത് ഞാൻ ചാടുന്നതിൻ്റെ പ്രശ്നമാണ്, അതെൻ്റെ ലാഗിൻ്റെ പ്രശ്നമാണ്. എനിക്കൊന്നും അറിയത്തില്ല, ഒന്നുമില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോൾ എനിക്ക് ജമ്പ് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. എൻ്റെ കീബോർഡ് അത്ര കുളത്തിലാത്ത കീബോർഡാണ് ഗൈസ്, അതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ ചാടിയെത്താം. ഒന്നും കൂടെ വൺസ് മോർ. ഇപ്പോൾ എത്തി. ചെക്ക് പോയിൻ്റ് റീച്ചഡ്. ഓക്കെ, ഒന്നുകൂടെ ചാടാം. ചത്തില്ല ഗൈസ്. ഇവന്മാർ നമ്മൾ തെന്നിപ്പോകാൻ വേണ്ടി മനഃപൂർവ്വം മറ്റേ സ്മൂത്ത് സ്റ്റോൺ സ്ലാബ് അവിടെ മനഃപൂർവ്വം വെക്കും. നമ്മളതിനെ വക്കത്താൻ നിൽക്കുന്നെങ്കിൽ വീട് ചാടിപ്പോകും ഗൈസ്. നമുക്ക് ഇതിനെ കണ്ടാൽ കയറിയിട്ട് സൂപ്പർ ജമ്പ് ചെയ്തു. ഇവിടെ എത്തുമ്പം ഞാൻ വീണ്ടും ഇതെന്താ ചത്തുകളിയാണ് ഗൈസ്. എനിക്ക് ആ ബ്ലോക്കിൽ എത്താൻ പറ്റുന്നില്ല. എനിക്കറിയത്തില്ല എന്നാ പറ്റുന്നത്. എനിക്ക് അവിടെ ജമ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ എത്തുമ്പോൾ എത്ര ജമ്പ് ചെയ്യാൻ നോക്കിയിട്ട് ഇതെനിക്ക് തന്നെ ദേഷ്യം പിടിപ്പിക്കും. വളരെ ഇത്ര ചാടണ്ട, പതുക്കെ. വെറുതെ അല്ല കേസ്, ഈ സാധനം ഞാൻ സ്മോളാക്കാൻ മറന്നുപോയി, അതിൻ്റെ ഒരു പ്രശ്നമാണ്. ഓക്കെ, ഇപ്പോൾ ശരിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ശരിയെന്ന് തോന്നുന്നു കേസ്. 2 പ്രാവശ്യത്തെ സ്മോൾ വെപ്രാളം. കൺട്രോൾ. ഇപ്പോൾ എത്തി. ഇനി ഒന്നുകൂടെ ചാടാം ഗൈസ്. ഒന്നുകൂടെ. ചത്തില്ലേ? അപ്പോൾ ആത്മഹത്യ ചെയ്യണം ഗൈസ്. ഇവിടെ ചത്തില്ലെങ്കിൽ നമ്മളൊന്നുകൂടെ ആത്മഹത്യ ചെയ്യണം. ഓക്കെ, ചത്തു. ചാടി. ഇവിടെ ഇപ്പം എനിക്ക് ട്രിക്ക് മനസ്സിലായി. നമ്മൾ ഷിഫ്റ്റ് ഞെക്കിയിട്ട് വേണം ചാടാൻ. ഒന്നുകൂടെ. യെസ്, നമ്മുടെ ചെക്ക് പോയിൻ്റ് റീച്ച്. വഴി എന്ത് ചെയ്യും? ഇത് നമ്മുടെ വള്ളി കയറ്റ പരിപാടിയാണ് ഗൈസ്. നമ്മുടെ വള്ളി മേലെ കയറി പോകണം. അതാണ് ഇന്നത്തെ ട്വിസ്റ്റ്. ചടിക്കോ. യെസ്, കയറിക്കോ. യെസ്, ഇവിടുത്തെ സ്റ്റാറൊക്കെ ഞാൻ നേരത്തെ കളക്ട് ചെയ്തായിരുന്നു, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഇത് ഞാൻ വന്ന വഴിയിലേക്കാണ് എടുത്ത് ചാടി. സോറി എൻ്റെ മണ്ടയിലേക്ക് വീണ്ടും വള്ളി ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. അതിൻ്റെ പ്രശ്നം ഗൈസ്. വീണ്ടും ചാടി. ഞാൻ ചത്തില്ല. വീണ്ടും കയറാം. ചാടിക്കോ. ഓക്കെ, കയറി. ഇനി എന്നെ മണ്ടയ്ക്ക് എടുത്ത് ഈ വള്ളി മേലോട്ട് ഇനിയും കയറണം. ഓക്കെ, ചെക്ക് പോയിൻ്റ് എനിക്ക് കാണുന്നു. ചെക്ക് പോയിൻ്റ് റീച്ച് ചെയ്തു. ഇനി വീണ്ടും ചാടിയിട്ട് വീണ്ടും ഒന്നുകൂടെ ചാടിയാൽ സെറ്റാവും. ഓക്കെ, ചാടി. 2 പോയിൻ്റ് പറ്റിയില്ല, ചമ്മിപ്പോയി. ഒന്നുകൂടെ കയറാം. വൺസ് മോർ. ഓക്കെ, കയറിക്കോ. കോൺസെൻട്രേറ്റ്. ചത്തില്ല. ഒന്നുകൂടെ. ഒന്നും കൂടി. വൺസ് മോർ. യെസ്, ചാടി ഐസ്. അപ്പോൾ ഒന്നുകൂടെ കയറാം. എനിക്ക് അത്ര പരിചയമില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഐസ്. ഒരു സ്റ്റാർ കിട്ടി എങ്കിലും കാര്യമില്ലല്ലോ, വേണം മണ്ട കയറണ്ടേ. ഓക്കെ, ഒന്നുകൂടെ. ഇതിൻ്റെ മുകളിൽ കയറണോ? അപ്പോൾ അതിൻ്റെ മുകളിൽ കയറണ്ട. അതാണ് എങ്ങനെ എന്തിനാ. അപ്പോൾ ഇതിലൂടെ കാണാം കേസ്. അത് ചുമ്മാ വെച്ചേക്കുന്നത്. ഞാൻ ചമ്മി പറ്റിയില്ല, ലാഗ് അടിച്ചു. ഇത് ലാഗാണ്. സോറി ഫോർ ലാഗ്. ഈ ലാഗ് ഒരു വിഷയമാണ്. ഹൈവ് സെർവർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പേഴ്സണൽ സെർവർ അല്ലല്ലോ, ഇത് വേൾഡ് വൈഡ് സെർവർ ആയതിൻ്റെ ഒരു പ്രശ്നമാണ് ഗൈസ്. നമ്മൾ ഒന്നുകൂടെ ചാടണം. അതിനകത്ത് കൊണ്ടൊക്കെ
വൺസ് മോർ. യെസ്, കണ്ടന്റ് കൂടിയ സംസാരങ്ങൾ ഉപയോഗിക്കാം. ആ പോയിന്റിലോട്ട് എനിക്ക് എത്താൻ പറ്റിയാൽ മതി. ഞാൻ ചവിട്ടി നിൽക്കുന്നുണ്ട്, പക്ഷെ എനിക്കത് പറ്റുന്നില്ല. വൺസ് മോർ. ലാഗടിച്ച് കൊല്ലുകയാണ് അങ്ങോട്ട്. എത്താൻ പറ്റുന്നില്ല അവിടെ. എനിക്ക് അവിടെ എത്തിക്കുന്നില്ല. അവിടെ ഞാൻ ചവിട്ടി നിന്നാൽ പോലെ എന്നെ തെന്നിച്ച് താഴെ ഇടുക. അപ്പം ആ കൃത്യം നടുക്ക് തന്നെ വീഴണം. ഓക്കെ, ഇനി അവിടെ ഒന്നുകൂടെ ചാടണം. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ടൊന്നുകൂടെ. ഓക്കെ, ഇനി നമുക്ക് ആ ചെക്ക് പോയിന്റ് റീച്ച് ചെയ്താൽ പിന്നെ കുഴപ്പമില്ല. ഒന്നും കൂടി. ഓ ചത്ത്. ഒന്നുകൂടി ചത്ത്. ഒന്നും കൂടി. ഉണ്ടോ, ഓവർ സ്മാർട്ട് കാണിക്കാൻ പോരുതായിരുന്നു. ഒന്നുകൂടെ. ഓവർ സ്മോർ. കൺട്രോൾ SCJ കൺട്രോൾ. പതുക്കെ ഓരോ ചൂടും ശ്രദ്ധിച്ച്. പാർക്കൂർ കംപ്ലീറ്റ്. യെസ്, പാർക്കൂർ കംപ്ലീറ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് പാർക്കൂറിലേക്ക് പോകാം. ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അതേത് പാർക്കൂറാണ്? ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. ഞാൻ കുറച്ചൊക്കെ അറിയില്ല. ഞാൻ 4 പ്രാവശ്യം കണ്ട് എൻ്റെ അക്കൗണ്ട് അടിച്ചു പോയതാണ്. ഞാൻ വീണ്ടും സൈൻ ചെയ്ത് കയറുന്നതാണ്. ഇത് ഞാൻ കളിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ്. പണ്ട് ക്രിസ്മസിൻ്റെ ടൈമിൽ ഞാൻ കളിച്ചത് ഈ സാധനം. ഇതിലൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കണം, ഇമാതിരി വെച്ചേക്കുന്ന മറ്റേ സ്മൂത്തായിട്ടുള്ള സ്റ്റോണാണ്. ആ വക്ക് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതെങ്ങനെയുള്ള സ്റ്റോണാണ്. അവർ തെന്നാൻ വേണ്ടി വെച്ചേക്കുന്നതാണോ അതോ അല്ല, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി. ഇത് റോപ്പിൽ കൂടെ തെറ്റി പോകണം. ഇത് ചാടാനുള്ളതാണോ സൈഡിൽ കൂടെ പോകാനുള്ളതാണോ? ചാടി നോക്കാം. സൈഡിൽ കൂടെ പോകണം. ഞാൻ തെറ്റിദ്ധരിച്ച് സൈഡിൽ കൂടെ പോകുന്നത്. ഞാൻ ഒരൊറ്റ എഡിറ്റ് ഒരു വീഡിയോയിൽ ചെയ്യത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ കള്ളത്തരത്തിൽ ഇപ്പോൾ ഇതെടുക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ അതുകൊണ്ട് ഞാൻ തോറ്റാലും ഇത് ഫ്രഷായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ കാണിക്കും ഗൈസ്. ഞാൻ ഒളിച്ച് വയ്ക്കത്തില്ല നിങ്ങളുടെ ഫ്രണ്ടിൽ. എനിക്കൊന്നും ഒളിച്ച് വയ്ക്കാൻ പറ്റത്തില്ല ഗൈസ്. ചാടി, ചെക്ക് പോയിന്റ് റീച്ച് ആയിട്ട്. ഒന്നുകൂടെ ചാടി. ഒന്നും കൂടെ. മോർ. സബ്സ്ക്രൈബ്. നമ്മുടെ വീഡിയോ കാണുന്ന ഒറ്റ പേർക്ക് ഒരു സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേ മതിയോ ഗൈസ്. നമ്മളിപ്പോൾ റോഡ് ടു 1K ആണ് ഗൈസ്. സബ്സ്ക്രൈബ്. അപ്പോൾ ഒന്നുകൂടെ ചാടിക്കോ. നമുക്ക് ഗെയിമിങ്ങിലേക്ക് വരാം. എൻ്റെ സബ്സ്ക്രൈബ് പറച്ചിലൊക്കെ നിർത്തിയിട്ട്. ഇതിന് മണ്ടക്കൂടെ ഞാൻ ചാടാറില്ല. ഞാൻ ഇവിടെ വെച്ച് മറ്റേ എൻ്റെ ട്രിക്ക് ഇറക്കാറാണ് പതിവ്. ഒന്നുകൂടെ കയറട്ടെ. വൺസ് മോർ. യെസ്. ഒന്നുകൂടെ. അവിടെ ഒരു റോപ്പ് വെച്ച് തടഞ്ഞു വെച്ചേക്കാണ് ഗൈസ്. അപ്പോൾ ഇതിന് ഒരൊറ്റ മില്ലിമീറ്റർ ഹൈറ്റ് പോലും അവർ വിടത്തില്ല. കണ്ടാ, അത് അത്ര ഹൈറ്റിൽ തന്നെ നമ്മൾ ചാടണം, എന്നാൽ അവരത് കേട്ടത്തുള്ളൂ. മാത്രമല്ല ഇത് മൈൻക്രാഫ്റ്റിൻ്റെ ബ്ലോഗ്സിൽ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഇപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മുടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചത്തോണ്ടിരിക്കുക ഗൈസ്. നമ്മുടെ ഇപ്പോൾ ഇങ്ങനത്തെ റോപ്പൊന്നും മൈൻക്രാഫ്റ്റുകാർ ഒഫീഷ്യലായിട്ട് ഇറക്കിയിട്ടുള്ള സാധനമല്ല. ഇതുവരെ ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് ഇറക്കുന്ന സാധനം ആയതുകൊണ്ട് പിന്നെ ഒരുപാട് ചീറ്റൊക്കെ ഇവരുടെ ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ തന്നെ സൂക്ഷിച്ച് ചെയ്തോണം. ഇവിടെ വെച്ചാണ് എപ്പോഴും എല്ലാവർക്കും പണി കിട്ടുന്നത്. കേട്ടോ, ഇതാണ് ആ പണി. അതുകൊണ്ട് നമ്മൾ ആ സൂക്ഷിച്ചും കണ്ടുമൊക്കെ അവിടെ നിന്ന് ചാടണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അവിടെ എത്തുമ്പോൾ ഷിഫ്റ്റ് അങ്ങോട്ട് അമർത്തി അങ്ങ് പിടിച്ചോണം. കണ്ടോ അല്ല, അവിടെ ആയാലും ലാഗ് പഠിപ്പിക്കും. അപ്പം നമുക്ക് മൗസ് സ്പീഡിൽ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അതിൻ്റെ ഒരു പ്രശ്നമാണ് ഗൈസ്. ഓക്കെ, ഒന്നുകൂടെ ആ മറ്റേ ഇങ്ങനത്തെ റോപ്പൊന്നും മൈൻക്രാഫ്റ്റ് ഒഫീഷ്യലായിട്ട് ഇറക്കിയിട്ടുള്ള സാധനം അല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. അവിടെ ഇതിൽ കൂടെ ഇങ്ങനെ ഞരഞ്ഞ് ഒക്കെ ഒന്നുകൂടെ ചാടുക. ഒന്നുകൂടെ ഓടിക്കോ. അത് തന്നെ. ഈ പാർക്കൂർ കംപ്ലീറ്റ് ചെയ്യാറായി. നീല സാധനം കാണുമ്പോൾ എനിക്കറിയാം പാർക്കൂർ കംപ്ലീറ്റ് ചെയ്യാറായി. യെസ്, ഫൈനലി കംപ്ലീറ്റഡ്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് കയറി നോക്കാം. അടുത്ത പാർക്കൂർ വല്ലതും ഉണ്ടോ വേറെ? ഞാൻ ഓടിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. ഈ പാർക്കൂർ ഞാൻ കയറിയതായി. ഞാൻ വെച്ചിട്ട് ടഫായതുകൊണ്ട് അങ്ങോട്ട് കയറുന്നില്ല. പിന്നെ ഇവിടുത്തെ പാർക്കൂർ മൊത്തം അൺലോക്ക് ചെയ്താലുണ്ട്. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ അത്ര സമയമില്ല. എൻ്റെ ഫോണത്ര സ്പേസ് ഇല്ല. യെസ്, ഹൈ ജമ്പ്. ഒന്നുകൂടെ ചാടാം. ഇത് സ്പീഡിൽ പോകണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഉണ്ടോ, അത് പതുക്കെ പോയാൽ നടക്കത്തില്ല. അതോടെ സ്പീഡിൽ പോകുന്നുണ്ടാലും. ഉണ്ടോ, ഇത് സ്പീഡിൽ പോകേണ്ട സാധനമാണ്. ഞാൻ പതുക്കെ പോകുന്നതിൻ്റെ പ്രശ്നം ഗൈസ്. ഓക്കെ, മറ്റേ റീസാൻഡ് കൂടെ ജമ്പ് ചെയ്യുന്ന പ്രശ്നം ഗൈസ്. ഇവിടെയാണ് എനിക്ക് ലേശം കട്ടി. ഇവിടെ ഒന്നുകൂടെ ചാടി. ഒന്നുകൂടെ അവിടെ എത്തുമ്പോൾ ആ വലിയൊരു വാൾ കണ്ടില്ലേ. അവിടുന്ന്
ചാടാൻ നോക്കുമ്പോൾ എൻ്റെ ജമ്പട്ടം വർക്കാവില്ല. കാരണം വെച്ചാൽ എൻ്റെ കീബോർഡ് മറ്റേ സീബ്രോണിക്സിൻ്റെ സാധാരണ കീബോർഡാണ് ഗൈസ്. അതുകൊണ്ടാണ് വർക്ക്. എനിക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ നല്ല കീബോർഡ് ഉണ്ട് ഗൈസ്, പക്ഷേ ഇത് ഞാൻ എടുക്കത്തില്ല. ഞാൻ അനിയനെ പേടിച്ചിട്ട് മാത്രം. ആ ഒരു കാരണം കൊണ്ടാണ് ഗൈസ് എൻ്റെ മറ്റേ കീബോർഡ് എടുക്കാത്തത്. ഇത് ഞാൻ എൻ്റെ ഊള കീബോർഡ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ കളിക്കുന്നത്. അതുകൊണ്ടാണ് ചിലപ്പോൾ ഇങ്ങനെ പെർഫോമൻസ് ഒക്കെ കുറഞ്ഞു പോകുന്നത്. സോറി, അഡ്ജസ്റ്റ് ചെയ്യേസ്. പിന്നെ ഒന്നുകൂടെ പരിശ്രമിച്ചാൽ ചാടി ഗൈസ്, ചാടി. ഇനി എനിക്ക് എളുപ്പമാണ്. ഒന്നും കൂടെ വൺസ് ഫോർ യു എത്തി. ഒന്നും കൂടെ. ഇവിടെ നല്ലല്ലോ. മറ്റേ വള്ളി കയറ്റം ചടിക്കോ. യെസ്, കയറിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇവിടെ നിന്നൊക്കെ പോകാൻ ഇച്ചിരി സിമ്പിളാണ്. പക്ഷേ മറ്റേ ഇടത്തെത്തുമ്പോഴാണ് പാണി പാളുന്നത്. ഇവിടെ നിന്ന് ചാടിക്കഴിഞ്ഞ് യവനെ എനിക്ക് എവിടെ കണ്ടുപരിച്ചുണ്ട് മിസ്റ്റർ. കണ്ടില്ല, പോട്ടെ. പിന്നെ ഇനി ഇവിടുന്ന് ചാടുമ്പോൾ അത് നമുക്ക് അവിടെ എത്തുമ്പോഴാണ് ജമ്പട്ടം വർക്കാവില്ല. ചാടി നമ്മൾ ചാവും. പോട്ടെ. വൺസ് മോർ. ചാടാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. എനിക്ക് അവിടെ എത്തുമ്പോൾ ജമ്പട്ടം വർക്കാവത്തെ. എനിക്ക് എന്നാ മനസ്സിലാവുന്നില്ലൊന്നും. ഞാൻ എത്ര ചുക്കിയിട്ടും വർക്കാവുന്നില്ല. വേണ്ട അവിടെ നിൽക്കുമ്പോൾ ഇവിടെ എത്തുമ്പോഴായിരിക്കും വർക്കാവുന്നത്. വേണ്ട, അതാണ് പ്രശ്നം. ഇതാണ് ലാഗ്. ബഗ്രോക്ക് എഡിഷൻ തന്നെ. ഒന്നുകൂടെ ചാടറേ. ഞാൻ ജാവയിലോട്ട് സ്വിച്ച് ചെയ്യും ഗൈസ്. നോക്കിയോ ഈ ബഗ്രോക്ക് എഡിഷൻ. പക്ഷെ കളിയാക്കത്തില്ല, കാരണം വെച്ചാൽ എന്നെ ഞാനാക്കി മാറ്റിയത് ബെഡ്റോക്ക് എഡിഷനാണ്. ബഗ്രോക്ക് എഡിഷനാണ്. അത് തന്നെ. ഓക്കെ. എൻ്റെ പാർക്കോർ കണ്ടിട്ട് ന്യൂബന്മാരെ പാർക്കോർ പോലെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ എനിക്ക് ലാഗിൻ്റെ പ്രശ്നം. അതപ്പോൾ ഒരിക്കലും ലാഗ് വരത്തില്ലാത്ത എൻ്റെ ഈ സെർവറിൽ. എന്താ ഇതിന് മുമ്പ് ഞാൻ ഒരു പാർക്കോർ വീഡിയോ ട്യൂട്ടോറിയലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഷോർട്സിൽ. എല്ലാവർക്കും ഷോർട്സ് മതി എന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഒരു വീഡിയോ ആക്കിയേക്കാം. ഓക്കെ, ചെക്ക് പോയിന്റ് റീച്ച്. ലോട്ടസ് ലീഫ്. എൻ്റെ വെപ്രളത്തിനനുസരിച്ച് ഞാൻ ചാടുമ്പോൾ ആ ലോട്ടസ് ലീഫ് എന്നെ തെറ്റിച്ച് വിടും. അത് തന്നെ. ഒന്നും കൂടെ പതുക്കെ. ഓക്കെ. ഇനിയാണ് മറ്റേ കളി തുടങ്ങുന്നത്. ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടുന്നല്ല, ഇറ്റ് 5 ബ്ലോക്ക് ജമ്പ്. അറിയത്തില്ല ബ്രോ, പറഞ്ഞു തന്നതിന് നന്ദി. ഈ മറ്റേ ഈ പോപ്പി ഫ്ലവറും ഇതിൻ്റെ ചുറ്റും മറ്റേ ഒരു കാട് പോലത്തെ സാധനം നിങ്ങൾ കണ്ടില്ലേ? അത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അതെന്തിനാണ്. ആ പോപ്പി ഫ്ലവർ വെച്ചേക്കുന്ന സെയിം വഴി കൂടെ വേണം നമ്മൾ പാർക്കോർ ചെയ്ത് വരാൻ. അതേസമയം മറ്റത്തിൽ മുട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്പീഡ് കുറയും. അത് നമ്മളെ തോപ്പിച്ച് വിടുക സമയം കൊണ്ട്. അതുകൊണ്ടാണ് അവരവിടെ പോപ്പി ഫ്ലവർ കറക്റ്റ് വെച്ചത്. ഞാൻ സംശയമുണ്ട്, ഇപ്പോൾ കാണിച്ചു തരാം ഗൈസ്. മറ്റേ അയ്യോ ഞാൻ കാണിച്ചു തരാവേ. ഇനി അതവിടെ വരുമോ നോക്കട്ടെ. ഞാൻ വീണ്ടും ചത്ത് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇങ്ങോട്ട് കയറുമ്പോൾ ഇങ്ങനെ സ്ലോ ആയിട്ട് പിന്നെ ഓടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആ പോപ്പി ഫ്ലവർ അവിടെ കറക്റ്റായിട്ട് വെച്ചേക്കുന്നത്. ഈ ബാരൽ അതിന് വേണ്ടിയാണ് വെച്ചേക്കുന്നത്. കാര്യം ക്ലിക്ക് ചെയ്ത് ആ ബാരലിൻ്റെ പുറത്തോടാണ് നമ്മൾ ചാടിപ്പോയാൽ. ഞാനെന്ത് മണ്ടനാ. ആ ബാരൽ ഞാൻ ഇത്രയും ദിവസമായി സൈഡിൽ കൂടെ ചാടിക്കൊണ്ടിരുന്നു. പക്ഷേ എങ്കിലും ഞാൻ സൈഡിൽ കൂടെ മൈ ഗോഷ്, പണി പാളി. ഹൗ ടു ഏൺ മോർ സ്റ്റാർസോ? അതൊന്ന് നീ നന്നായിട്ട് കളിച്ചാൽ മതി മോനെ, എല്ലാം ശരിയായിക്കോളും. ഇങ്ങനെയൊക്കെ ഓസാൻ പാടുണ്ടോ? വല്ലപ്പോഴൊക്കെ ഒന്ന് മേലണങ്ങി വല്ല പണിയൊക്കെ എടുക്കുക, എന്നാലല്ലേ സ്റ്റാറൊക്കെ കിട്ടുള്ളൂ. ഓസിന് സ്റ്റാർ കിട്ടിയാലേ. ഈ സ്റ്റാർ കിട്ടിയാലെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവതാർ എടുക്കാം. അവതാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് മുകളിൽ നമ്മുടെ പേരെഴുതി കാണിക്കുമല്ലോ. ഇപ്പോൾ എൻ്റെ പേര് ടെക്നിക്കൽ എസ് എന്നാണെങ്കിൽ ഇപ്പോൾ ടെക്നിക്കൽ എസ് എന്നൊക്കെ എഴുതി കാണിക്കുക. അപ്പോൾ ആ കൂടെ തന്നെ നമ്മുടെ തലയുടെ താഴെ ഈ ഒരു ഇതെഴുതി കാണിക്കും, നമ്മുടെ പാർക്കോർ പ്ലെയർ, ബെസ്റ്റ് പാർക്കോർ പ്ലെയർ, എത്രാണ്ടോ ലെവലുള്ള ആൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഈ പൊക്കി ഏറി കയറ്റുന്ന പരിപാടി ഉണ്ടല്ലോ. അതിനാണ് ഈ സ്റ്റാർ. ഈ സ്റ്റാർ അവിടെ കൊടുത്തിട്ട് വേണം ഈ പേരെടുക്കാൻ. അപ്പോൾ ഈ പേരെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ സ്റ്റാർ കളക്ട് ചെയ്യുന്നത്. ഞാൻ ഇതിൽ എടുത്തിട്ടില്ല. യെസ്, ഇപ്പം ഞാൻ മയങ്ങി വീഴും. അയ്യോ, ചാവുന്നേരം പേരെ ഒന്നുകൂടെ ചെയ്യാതെ നല്ലത്. ഇതെങ്ങനെ ചെയ്യുന്ന എനിക്ക് പക്ഷെ നേരെ ചാടിയിട്ട് അവിടെ എത്തത്തുമില്ല. അതാണ് എനിക്ക് മനസ്സിലാവാത്ത കാര്യം. ഇതിൻ്റെ മണ്ട കയറിയിട്ട് അത് എത്തത്തില്ല. പക്ഷേ ഇപ്പം ഞാൻ ഇവിടുന്ന് ചാടുവാണെങ്കിൽ നേരെ അവിടെ എത്തത്തില്ല. സ്പെയർ സ്മൂൾ കൊടുത്തേക്കാം, എന്നിട്ട് ഒന്നുകൂടെ ചാടാം. അത് അങ്ങനെയാണോ? അല്ല, അങ്ങനെ അല്ലെന്നോ. എൻ്റെ മണ്ടക്ക് എന്തൊക്കെ ഒരു ടെക്നിക്ക് സംഭവം ഉണ്ടതുണ്ട്. ഞാൻ ചെയ്തതാണിത്.
ഞാനിതവിടെ ഒന്നുകൂടെ ആടാ എന്നെ ഇട്ട് പട്ടക്കൊട്ട വെള്ളം കോരിക്കുക. എന്നെ ഒന്ന് മര്യാദയ്ക്ക് വിടറേ. ഇപ്പം ഞാൻ ചാടി വന്ന വഴി തന്നെ മറന്നുപോയി. ഇതാണ് പാർക്കോറിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കോൺഫിഡൻസിൽ അങ്ങോട്ട് സ്പീഡിൽ പോകുന്ന സമയത്ത് ഒറ്റ ഇതിൽ നമ്മൾ തോറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉള്ള കോൺഫിഡൻസ് എല്ലാം പോയി കിട്ടും. അപ്പം നമ്മൾ തോറ്റുകൊണ്ടിരിക്കുക. അതല്ല നമുക്ക് ഈ പാർക്കോറുകളിലേക്ക് അറിയാൻ പറ്റില്ല ഗൈസ്. ഇപ്പോൾ സില്ല് നിങ്ങൾക്ക് വരെ വേണമെങ്കിൽ ഗെയിം പ്ലേ തുടങ്ങാൻ പറ്റും പാർക്കോർ. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. യെസ് കംപ്ലീറ്റഡ്. ഓ തൽക്കാലം ഇപ്പോൾ നാട് വിട്ടേക്കാം. എനിക്ക് സമയമായി ഗൈസ്. എനിക്ക് വീഡിയോ എടുക്കാനുള്ള സമയം തോന്നുന്നു ഗൈസ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്പെക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, നല്ല ഹൈ എൻഡ് സ്പെക്ക് ആയതുകൊണ്ട് തന്നെ നല്ല പറയാണ് ഗൈസ്. ഇപ്പോൾ ഗൈസ് നമ്മളിവിടെ വെച്ച് വീഡിയോ എൻ്റെ ആണ് ഗൈസ്. എനിക്ക് വീഡിയോ എടുക്കാനുള്ള സമയം തീർന്നു. എല്ലാ പ്രാവശ്യം എടുക്കണം അടവൊന്നല്ല ഗൈസ്. ഈ പ്രാവശ്യം എനിക്ക് എൻ്റെ സ്പെക്ക് നല്ല കൂടിയതായതുകൊണ്ട് തന്നെ എനിക്ക് സമയമില്ല ഗൈസ്. ഇപ്പോൾ ഞാൻ ഈ പാർക്കോർ ഗെയിം പ്ലേ തുടങ്ങാൻ കാരണം നമ്മുടെ കിഫി എന്ന് പറയുന്ന യൂട്യൂബറുടെ ബിഗ് ഫാനാണ് ഗൈസ്. ഞാൻ പുള്ളിക്കാരൻ്റെ വീഡിയോയിൽ നിന്ന് ഇൻസ്പിറേഷൻ ആയതാണ് ഞാൻ. പിന്നെ എൻ്റെ ഹൈ എൻഡ് സ്പെക്ക് പി സിയുടെ പാർക്കോർ പ്ലെയറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ലാഗ് വന്നിട്ടുണ്ടെങ്കിൽ സോറി ഗൈസ്. എനിക്ക് അത് ഞാൻ സ്ഥിരം സഹിക്കുന്നതാണ്. നിങ്ങളെയും കൊണ്ട് ചുമ്മാ സഹിപ്പിക്കുന്നെന്ന് കരുതരുത് ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ചിലപ്പോൾ സെറ്റപ്പൊക്കെ പുതുക്കിയിട്ട് ഞാൻ വീണ്ടും നമ്മൾ ഗെയിം പ്ലേ ആയിട്ടങ്ങ് വരും. നമ്മുടെ ഗ്രൗണ്ട് വാർ ഗെയിം പ്ലേ ആയിട്ട് ഞാൻ വീണ്ടും വരും ഗൈസ്. നമുക്കതുവരെ വീണ്ടും കാണാം ഗൈസ്. ടാറ്റ ബൈ.